നമസ്കാരം പ്രിയമുള്ളവർ, രതീഷ് ജാറബിനാണ് കേട്ടോ. നാളെ 2026 മെയ് മാസം 24, കൊല്ലവർഷം 1201, ഇടവ മാസം 9-ാം തീയതി ഞായറാഴ്ചയാണ്. സൂര്യോദയം 6:03 സൂര്യാസ്തമയം വൈകിട്ട് 6:25 കേട്ടോ, 25 PM. അതുപോലെ തന്നെ ഞായറാഴ്ചയാണ്, ശുക്ലപക്ഷ നവമി തിഥിയാണ്, പൂരം നാളാണ്. മെയ് 24-ന് 2:09 AM തുടങ്ങിയ പൂരം നാള് മെയ് 25-ന് 2:50 AM വരെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പുലിക്കരനാണ്. അതുപോയി ഹർഷണ നിത്യയോഗമാണ്. ഹർഷണ നിത്യയോഗം കഴിഞ്ഞാൽ പിന്നെ അഭിജിത്ത് മുഹൂർത്തം ഞായറാഴ്ച നാളെ വരുന്നത് 11:42 AM മുതൽ 12:32 PM വരെയാണ്. അഭിജിത്ത് മുഹൂർത്തത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാം, അതിലൊന്നും നോക്കേണ്ടതില്ല എന്നാണ് പറയാറ്. അതുപോലെ തന്നെ രാഹുകാലം 4:51 PM മുതൽ 6:25 വരെയാണ് രാഹുകാലം വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നാളത്തെ ദിവസം എന്ന് പറയുന്നത് പൂരം നാളുകാർക്ക് നല്ല രീതിയിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ദിവസമാണെങ്കിൽ കൂടി വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതും നല്ല ഗുരുജനങ്ങളുടെയും മേലധികാരികളുടെയൊക്കെ ഒരു ഇഷ്ടം സമ്പാദിക്കാനും നല്ല രീതിയിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ നാളത്തെ ദിവസം എന്ന് പറയുന്നത്. നാളത്തെ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് കൂവളമാല ചെയ്യുന്നതും ധാര കഴിക്കുന്നതും അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലെ താമരമാല ചെയ്യുന്നതും തുളസിമാല ചെയ്യുന്നതും ഇത് നെയ്വിളക്ക് അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമ അർച്ചന ഒക്കെ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് വയ്ക്കുന്നതും കറുകമാല ചാർത്തുന്നതും അതൊക്കെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം എവിടെയാണോ അതുപോലെ യഥാശക്തി വഴിപാടുകൾ വിഷ്ണുവിനാണെങ്കിലും ഗണപതിക്കാണെങ്കിലും ശിവക്ഷേത്രത്തിലൊക്കെ ചെയ്യുന്നത് നാളത്തെ ദിവസം നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നതിനും ഇപ്പം നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുന്നതിനൊക്കെ നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.